നമസ്കാരം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പുകയുകയാണ് തർക്കം. ഒടുവിൽ എന്തായാലും ഈ തർക്കം തെരുവ് യുദ്ധത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നു. ഹൈക്കമാൻഡ് നിരീക്ഷകർ മടങ്ങിയതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേതാക്കളുടെ അണികൾ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയും കൂടി വന്നു ചേർന്നു. എന്തായാലും കളമശ്ശേരിയിൽ KC വേണുഗോപാലിനായി സ്ഥാപിച്ച ഫ്ലക്സുകൾ കീറി നശിപ്പിക്കുകയും മുഖത്ത് കരിയോയിൽ ഒഴിക്കുകയും ചെയ്തത് ആകെ അങ്ങ് സംഘർഷാവസ്ഥ രൂക്ഷമാക്കിയിട്ടുണ്ട്. റിയൽ കിങ് എന്നെഴുതിയ KCയുടെ ഫ്ലക്സുകൾ ബ്ലേഡ് ഉപയോഗിച്ച് കീറിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിന്റെ ജന്മനാടായ നെട്ടൂരിലും എറണാകുളം നഗരമധ്യത്തിലും INTC പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൻ പ്രകടനങ്ങളാണ് നടന്നത്. പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സതീശൻ ക്യാമ്പ് കളം പിടിക്കുന്നത്. മാധവ ഫാർമസി ജംഗ്ഷനിൽ മനസ്സിൽ നന്മയുള്ളവരുടെ നാട് ഭരിക്കട്ടെ എന്നെഴുതിയ ഭീമൻ കട്ടൌട്ടുകളും സതീശൻ അനുകൂലികൾ ഉയർത്തിയിട്ടുണ്ട്. പട നയിച്ച് ഭൂരിപക്ഷം നേടിയ സതീശനെ തഴഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് പ്രവർത്തകരുടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി തർക്കം തെരുവിലേക്ക് നീണ്ടതിൽ UDF-ലെ ഘടകകക്ഷി നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകരായ അജയ് മാക്കൻ, മുഗൾ മാസനിക് എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ പ്രതിഷേധം പരസ്യമായും പ്രകടിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് വിജയത്തിന്റെ മാറ്റ് കുറയ്ക്കുമെന്നും പ്രതിസന്ധി രൂക്ഷമാക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതായാലും നിലവിലുള്ള MLA-മാരിൽ ഒരാളെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന കടുത്ത നിലപാടിലാണ് ഘടകകക്ഷികൾ. ജനവികാരം കൂടി കണക്കിലെടുത്തുള്ള തീരുമാനമാകണമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടേണ്ട എന്ന മാത്യു കുഴൽനാടിന്റെ പ്രസ്താവന മുന്നണിക്കുള്ളിൽ തന്നെ പുതിയ പോർമുഖം തുറന്നിട്ടിരിക്കുകയാണ്. കുഴൽനാടനെതിരെ ലീഗ് പലയിടങ്ങളിലും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ അതിർത്തി ലീഗ് നേതൃത്വം ഹൈക്കമാൻഡിനെ നേരിട്ടറിയിച്ചു. ഇതിനിടെ പല ഘടകകക്ഷി നേതാക്കളും സതീശനുമായും കന്റോൺമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയതായും ശ്രദ്ധേയമാണ്. എന്തായാലും 5 വർഷം മന്ത്രിസ്ഥാനവും പ്രധാന വകുപ്പുകളും വേണമെന്ന ആവശ്യം ചില ചെറു കക്ഷികളും ഇതിനോടകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. MLA-മാരുടെയും MP-മാരുടെയും അഭിപ്രായം തേടി നിരീക്ഷക സംഘം കഴിഞ്ഞ ദിവസം രാത്രി ഡൽഹിക്ക് മടങ്ങിയിരുന്നു. അവർ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് നൽകുകയും ഞായറാഴ്ച ഡൽഹിയിൽ വെച്ച് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി രാഹുൽ ഗാന്ധിയും ഖാർഗെയും നേരിട്ട് സംസാരിക്കും. ഇതിനുശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ഭൂരിഭാഗം MLA-മാരുടെ പിന്തുണ KCക്കാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പുകൾ അവകാശപ്പെടുമ്പോൾ ജനപിന്തുണയും ഘടകകക്ഷികളുടെ താല്പര്യവും സതീശനാണ് അല്ലെങ്കിൽ സതീശന് അനുകൂലമാണ് എന്നാണ് ഹൈക്കമാൻഡിനെ കുഴപ്പിക്കുന്ന കാര്യം. ഇനി ആരെ കാത്താവും മന്ത്രിപദം ഇരിക്കുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം.